So, welcome students to the next chapter of current electricity. So, the last two chapters were dealing with static electricity. That means charges remaining stationary. And the third charge is about moving charges. So, this is called current electricity. Moving charges contributes current. So, our first quantity is electric current. How can we define electric current? ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ചാർജുകളുടെ ഫ്ലോ, ഒഴുകുന്ന ചാർജുകളുടെ റേറ്റിനെയാണ് നമ്മൾ കറണ്ട് എന്ന് വിളിക്കുന്നത്. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ് ഇസ് കോൾഡ് ഇലക്ട്രിക് കറണ്ട്. കറണ്ടിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ഐ ഉപയോഗിച്ചിട്ടാണ്. ഡി ടി ടൈമിൽ ഒഴുകുന്ന എമൗണ്ട് ഓഫ് ചാർജ് ഡി ക്യു ആണെങ്കിൽ ഡി ക്യു ബൈ ഡി ടി എന്ന് പറയുന്നതാണ് കറണ്ട് ഐ. ആൻഡ് ദിസ് ഈസ് ദ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്നാണ്. ഒരു സ്റ്റഡി ഫ്ലോയിലാണെങ്കിൽ നമുക്ക് കറണ്ടിനെ ക്യൂ ബൈ ടി എന്ന് വേണമെങ്കിലും എഴുതാം. അതിൻ്റെ എസ് ഐ യൂണിറ്റ്, കറണ്ടിൻ്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ആണ്. അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. കറണ്ടിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് ആക്ച്വലി ദാറ്റ് ഇസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. പക്ഷേ നമ്മളുടെ സാധാരണ ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത് ചാർജിൻ്റെ മൂവ്മെൻറ്റ് അഥവാ കറണ്ടിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ടെർമിനൽ. ആക്ച്വലി ഇലക്ട്രോൺസ് ആർ ഫ്രം നെഗറ്റീവ് ആൻഡ് ഇറ്റ് വിൽ ഫ്ലോ ടു പോസിറ്റീവ് ടെർമിനൽ. സോ പക്ഷേ നമ്മൾ ഫ്ലോ ഓഫ് കറണ്ടായിട്ട് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്? ഫ്ലോ ഓഫ് പോസിറ്റീവ് ചാർജിൻ്റെ ഡയറക്ഷൻ, അതായത് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. Now the next one is the behavior of flow of current in conductors. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് ഒഴുകുന്നത്, ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകുന്നത് നമുക്ക് മെറ്റൽസ് പോലെയുള്ള കണ്ടക്ടറുകളിൽ കൂടിയേ നമുക്ക് ചാനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഫ്രീ ഇലക്ട്രോൺസ് കൂടുതലുള്ള തരം സോളിഡുകളെ നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കണ്ടക്ടറിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ കണ്ടക്ടറിൽ വേറെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഒന്നും കൊടുക്കുന്നില്ല എങ്കിൽ അതിനുള്ളിലുള്ള ഇലക്ട്രോണുകൾ പരസ്പരം കൂട്ടിയിടിക്കും, അഥവാ അവിടെ ലാറ്റിസുകളിലുള്ള അയോൺസുകളായിട്ട് കൂട്ടിയിടിക്കും. അതിൻ്റെ ഫലമായിട്ട് അവർക്ക് ഒരു പ്രിഫറൻഷ്യൽ ഡയറക്ഷൻ, ഒരു ഇന്ന ദിശയിൽ മൂവ് ചെയ്യണമെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡൊന്നും ഉണ്ടാവില്ല ഇലക്ട്രോൺസ്. ദാറ്റ് വിൽ ബി മൂവിങ് ഇൻ സിഗ്സാഗ് വേ. അതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഒരു എക്സ്റ്റേണൽ ഫീൽഡ് കൊടുക്കാത്ത സമയത്ത് ഇലക്ട്രോൺസ് വിൽ ബി ഇൻ എ സിഗ്സാഗ് വേ. ബട്ട് ആസ് ദേ ആർ മൂവിങ് ഇറ്റ് വിൽ ബി ഹാവിങ് കൈനറ്റിക് എനർജി. പക്ഷേ അതിനൊരു പ്രിഫറൻഷ്യൽ ഡയറക്ഷൻ ഉണ്ടാവില്ല. പക്ഷേ അവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇലക്ട്രോൺസ് കൊളൈഡ് ചെയ്യുന്നത് കൊണ്ട് അവരുടെ കുറേ എനർജി നഷ്ടപ്പെടും. പക്ഷേ ആ കൊളീഷൻ കാരണം അവിടെ നിന്ന് കുറച്ച് എനർജി, അവരുടെ നഷ്ടപ്പെടുന്ന എനർജി ഹീറ്റ് എനർജി ആയിട്ട് റിലീസ് ആകപ്പെടുന്നുണ്ട്. ഇനി വാട്ട് ഈസ് ഹാപ്പനിങ് വെൻ ആൻ എക്സ്റ്റേണൽ ഫീൽഡ് ഈസ് അപ്ലൈ? ഒരു എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺസിനെ അത് ആക്സിലറേറ്റ് ചെയ്യുകയാണ്. അതായത് ഇന്ന ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നൊരു ഗൈഡിങ് ഫോഴ്സ് കിട്ടുകയാണ് പുറത്തു നിന്ന്. മനസ്സിലായോ? അതാണ് ഒരു എക്സ്റ്റേണൽ ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാലുള്ള ഡിഫറൻസ്. ആൻഡ് ആ എക്സ്റ്റേണൽ ഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മൾ സാധാരണ ബാറ്ററികളോ സെല്ലുകളോ ഒക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. സർക്യൂട്ടിൽ ഉപയോഗിക്കാറുള്ള സെല്ലുകളും ബാറ്ററികളും എല്ലാം ഈ ഒരു ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ്. Now the next one is the basic law, that is Ohm's law. Ohm's law നമ്മളെല്ലാവരും ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതായത് ദാറ്റ് ഈസ് ദ ബേസിക് ലോ ദാറ്റ് ഈസ് ഗവേണിംഗ് ദ റിലേഷൻ ബിറ്റ്വീൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് കറണ്ട്. പറയുന്നത് എന്താണ്? അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ കറണ്ട് ത്രൂ എ കണ്ടക്ടർ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു ഫീൽഡിൽ തന്നെ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ചാർജിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ ആവശ്യമായ വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. മനസ്സിലായോ? അപ്പോൾ ഒരു കണ്ടക്ടറിൻ്റെ ഒരെൻഡിൽ നിന്ന് വേറൊരു എൻഡിലേക്ക് മൂവ് ചെയ്യിക്കാൻ ആവശ്യമാകുന്ന വർക്കിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വിളിക്കുന്നു. ആ വർക്ക് ഡൺ എന്തിന് പ്രൊപ്പോർഷണലാണ്? കറൻറ്റ് ഫ്ലോയിങ്ങിന് പ്രൊപ്പോർഷണലാണ്. അഥവാ നമുക്ക് അവിടെ കൊണ്ടുവരാവുന്ന ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ് ആർ. വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ, ഓർ വി ക്യാൻ റൈറ്റ് വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഐ.
ആ കോൺസ്റ്റൻ്റ് ആണ് നമ്മളിവിടെ എടുക്കുന്നത് R, and that is called the resistance of a conductor. Resistance means it is actually opposing the flow, അല്ലേ? അതുകൊണ്ട് ഈ വാല്യൂ എന്ന് പറയുന്നത് കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പം ആക്ച്വലി ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്തായിരിക്കണം? കുറവായിരിക്കണം. സോ ആൻഡ് ദ യൂണിറ്റ് ഈസ് ഓം. Now, resistance of a value can be expressed as V by I, and the reciprocal is termed as 1 by R is termed as conductance. അപ്പോൾ അതിൻ്റെ യൂണിറ്റും ohm raised to -1, that is called mho or Siemens. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പല വാല്യൂവിനെ, അതായത് അതിൻ്റെ കുറേ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ. അതായത് കോപ്പറിനൊരു റെസിസ്റ്റൻസ് ആയിരിക്കും, അലൂമിനിയത്തിന് വേറൊരു റെസിസ്റ്റൻസ് ആയിരിക്കും, സിൽവറിന് വേറൊരു റെസിസ്റ്റൻസ് ആയിരിക്കും. After all these are metals, but still they have got different resistance and depends upon the temperature and the dimensions like length, area, etc. So we can write resistance is directly proportional to length and inversely proportional to area of cross section, and the proportionality constant is called rho അഥവാ resistivity. This value is called rho, that is called the resistivity of the material. And what is resistivity? നമ്മൾ ഈ ഇക്വേഷനിൽ നമുക്ക് റെസിസ്റ്റിവിറ്റി ഡിഫൈൻ ചെയ്യണമെങ്കിൽ വാട്ട് ഷുഡ് വി ഡു? ഗിവ് ഓൾ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഈക്വൽ ടു 1. So length equal to 1, area equal to 1 meter square. So it becomes resistance is equal to rho. Or we can say rho is a resistance of a conductor with unit length and unit area of cross section. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ റെസിസ്റ്റിവിറ്റിയെ ഡിഫൈൻ ചെയ്യാം. റെസിസ്റ്റിവിറ്റി is also called specific resistance. Unit is ohm meter. റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ 1 by rho, it is called conductivity. അപ്പോൾ യൂണിറ്റ് എന്ത് വരും? ഓം മീറ്റർ ഹോൾ റേസ് ടു -1, അതായത് ഓം റേസ് ടു -1, മീറ്റർ റേസ് ടു -1. ഓം റേസ് ടു -1 എന്ന് പറയുന്നത് മോ ആയതുകൊണ്ട് മോ ഇൻറ്റു എം റേസ് ടു -1. And the another one is current density. Current density, that is represented by small letter J, that is current flowing through unit area. Current in the unit ampere, area the unit meter square. So ampere per meter square is the unit. Okay. Now here you can show a relation, that is potential difference V can be written as V is equal to I into R, and R can be represented using this expression rho into L by A. So I into rho into L by A. And potential difference is also equal to E into L. ഇത് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? Potential gradient is equal to electric field intensity dV by dr equal to E. അപ്പോൾ എൽ എന്ന് പറയുന്ന സെപ്പറേഷന് വേണ്ടി നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് മോഡിഫൈ ചെയ്യാം. വി ഇസ് ഈക്വൽ ടു ഇ എൽ ഓർ വി ബൈ എൽ ഈക്വൽ ടു ഇ. അപ്പം അങ്ങനെയാണെങ്കിൽ വി ഈക്വൽ ടു ഇ എൽ എന്നായല്ലോ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ യു ആർ ഗെറ്റിംഗ് ക്യാപിറ്റൽ ലെറ്റർ ഇ, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇസ് ഈക്വൽ ടു ജെ. ജെ എങ്ങനെയാണ് കിട്ടുന്നത്? ഐ ബൈ എ. ഐ ബൈ എ ഇസ് ജെ ഇൻറ്റു റോ. സോ ആൻഡ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് കണ്ടക്ടിവിറ്റി ആണ്. അപ്പോൾ കണ്ടക്ടിവിറ്റി സിഗ്മ എന്ന് ഉപയോഗിച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. കണ്ടക്ടിവിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സിഗ്മ എന്നാണ്. സോ വി ക്യാൻ റൈറ്റ് ദിസ് ഇക്വേഷൻ ആസ് ജെ ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഇ. ഓക്കെ. Now the next one is drifting of electrons. Now that's a purely new term, drifting. Drifting of electrons actually means it is a movement with no acceleration at all. മനസ്സിലായോ? ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിയുമ്പോൾ ഇലക്ട്രോൺസിന് ഷുവറായിട്ടും തമ്മിൽ കൊളീഷൻസ് ഉണ്ടാകും, ഇലക്ട്രോൺസും അയോൺസും തമ്മിൽ കൊളീഷൻ ഉണ്ടാകും. ബട്ട് സ്റ്റിൽ ദാറ്റ് ആവറേജ് വെലോസിറ്റി അക്വയേർഡ്, ദാറ്റ് വെലോസിറ്റി ഈസ് കോൾഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി VD. Now you consider an electron. ഒരു ഇലക്ട്രോൺ ഒരു ലാറ്റിസിൽ കൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് വാട്ട് ഈസ് ഹാപ്പനിങ്? ഇറ്റ് വിൽ ബി കൊളൈഡിങ് വിത്ത് ദ നെയ്ബർ ഇലക്ട്രോൺസ് ആൻഡ് നെയ്ബറിങ് അയോൺസ്.
അപ്പോൾ അതിനുണ്ടായിരുന്ന അത് വന്ന ഡയറക്ഷനിൽ നിന്ന് അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ കമ്മിങ് ഡയറക്ഷൻ പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ റിഫ്ലക്റ്റ് ചെയ്തു പോകുന്ന അല്ലെങ്കിൽ കൊളൈഡ് ചെയ്തതിന് ശേഷം മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ക്യാൻ ബി നെഗറ്റീവ് ഡയറക്ഷൻ. അതായത് റിവേഴ്സ് ചെയ്ത് കഴിയുമ്പം ഇറ്റ് ക്യാൻ ബി നെഗറ്റീവ് ഡയറക്ഷൻ. അങ്ങനെ വരുമ്പോൾ ഒരു ഇലക്ട്രോണിനെ കൺസിഡർ ചെയ്യുമ്പം ഇറ്റ് ക്യാൻ ബി റെഡ്യൂസ് ടു സീറോ. അതേസമയം അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്തെടുക്കുന്നത്, ആവറേജ് വെലോസിറ്റി എടുക്കുന്നത്. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റി പറയുന്ന സമയത്ത് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദ ആവറേജ് വെലോസിറ്റി അക്വയർഡ് ബൈ ഇലക്ട്രോൺ ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് quantities to be noted. Average velocity in the presence of electric field, that is called drift velocity. And the next term is relaxation time, tau. ടോ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ ആവറേജ് ടൈം ബിറ്റ്വീൻ സക്സസീവ് കൊളീഷൻ. രണ്ട് കൊളീഷന് ഇടയിലുണ്ടാകുന്ന ടൈം. ഫസ്റ്റ് കൊളീഷൻ കഴിഞ്ഞു, സെക്കൻഡ് കൊളീഷൻ കഴിഞ്ഞു, അങ്ങനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കൊളീഷൻസ് ആർ ഹാപ്പനിങ് ഫോർ ആൻ ഇലക്ട്രോൺ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൊളീഷനിടയിലുണ്ടാകുന്ന ടൈം ഇൻ്റർവെല്ലിൻ്റെ ഒരു ആവറേജ് വാല്യൂവിന് നമുക്ക് പറയാം റിലാക്സേഷൻ ടൈം എന്ന്. ഓക്കെ, ഐ ഹോപ്പ് ഓൾ ഹാവ് ഗോൺ ഓൾ ത്രൂ ഓൾ ദീസ് പോയിൻറ്റ്സ്. Reminding once again, this is the basic for current electricity. Okay, thank you.